ഹലോ ഗൈസ്, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ സ്വന്തമായി ഉണ്ടായ ഒരു കൊലയാണ് കേട്ടോ, വാഴക്കൊല, ഞാലിപ്പൂവനാണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റ് തന്നെ ഫുഡൊക്കെ എല്ലാം കഴിച്ചും ഡിന്നറെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലീൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എപ്പോഴും തന്നെ ഡിന്നറെല്ലാം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളും എല്ലാം ഞാൻ കൈയോടെ തന്നെ അത് വാഷ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അല്ലാതെ അടുത്ത ദിവസത്തേക്ക് അങ്ങനെ ഇടില്ല. ഒരു ചെറിയ പാത്രം പോലും അങ്ങനെ ഇടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എപ്പോഴും ക്ലീനാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഫുഡ് പാചകം ചെയ്ത പാത്രങ്ങളാണെങ്കിലും ശരി, കുടിക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് ആണെങ്കിൽ പോലും, ചെറുതാണെങ്കിൽ പോലും എപ്പോഴും അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ഡേ കാലത്ത് നമ്മൾ കിച്ചൺ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ, അതായത് തലേ ദിവസത്തെ എന്തെങ്കിലും അവിടെ ബാലൻസ് പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ അല്ലാതെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഒരു ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ ഒരു വൃത്തി നമുക്ക് തോന്നൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് എല്ലാം കഴുകി അതായത് പ്ലേറ്റ്സ് അതായത് ഇതിൻ്റെ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു കാണുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ പിറ്റേ ദിവസം നമുക്കത് യൂസ് ചെയ്യാൻ എടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് നമ്മുടെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാന്നുള്ളത്. സിങ്കാണെങ്കിലും നമ്മൾ എപ്പോഴും ഫുഡ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റുകളോ പാത്രം കഴുകുമ്പോൾ വേസ്റ്റുകളൊക്കെ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ വാഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല എല്ലാവരും ചെയ്യുന്നവരായിരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ എല്ലാവരും മടി കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ചില സമയത്ത് നമുക്ക് മടി തോന്നും, അപ്പോൾ നമ്മൾ ചെയ്യില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. അതുകൊണ്ട് അത് എല്ലാവരും എല്ലാ ദിവസവും തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിങ്കും വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ ഇത് സ്പ്രേ ചെയ്യുന്നത് ഈ പുൽത്തൈലമാണ്, ഇഞ്ചപ്പുൽത്തൈലം ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്, ഇഞ്ചപ്പുൽത്തൈലവും കൂടി ആയതുകൊണ്ട്. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള വെള്ളം എപ്പോഴും തിളപ്പിച്ച് വെക്കാറുണ്ട്. ഇവിടെ നന്നായിട്ട് വെള്ളം യൂസ് ചെയ്യുന്നവരാണ്. വാവാച്ചിക്ക് എപ്പോഴും വെള്ളം വേണം, അതും തിളപ്പിച്ച വെള്ളം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നൈറ്റ് അത് ചൂടാക്കി വെക്കാറുണ്ട്. അതിന് നമ്മൾ പതിമുഖമാണ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതേ വാഷ് ബേസിൻ സിങ്ക് ക്ലീനിങ് പോലെ തന്നെയാണ് എപ്പോഴും ഉള്ളതാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ്. അതിൽ നമ്മൾ എപ്പോഴും ഇപ്പോൾ എല്ലാവരുടെയും തന്നെ ഗ്ലാസ് ടോപ്പാണല്ലോ. അപ്പോൾ ആ ടോപ്പ് എപ്പോഴും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തെറിച്ച് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും സോപ്പ് ഉപയോഗിച്ചിട്ട്, സോപ്പ് പൊടിയോ അത് കലക്കിയ വെള്ളം, വിം ജെൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളിത് വാഷ് ചെയ്ത് എല്ലാ ദിവസവും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അത് നമ്മൾ മടി പിടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കറ കൂടിക്കിടക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ അമ്മമാരും അല്ലെങ്കിൽ എല്ലാ കിച്ചൺ ലേഡീസും ഇത് ചെയ്യാറുണ്ട്. എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഡെയിലി അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്ലാബ്സിലും ഈ പറഞ്ഞ ഇഞ്ചപ്പുൽത്തൈലം ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ച് എടുക്കാറുണ്ട്. സൈഡിലുള്ള ടൈൽസിലാണെങ്കിലും ശരി, ഈ പറഞ്ഞ സ്ലാബ്സിലാണെങ്കിലും ശരി. അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും നമുക്ക് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഉന്മേഷം, ഈ ഒരു സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മുഷിഞ്ഞ സ്മെല്ല് വരുമല്ലോ. നമ്മളെല്ലാം വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്തായാലും അത് ഉറപ്പാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഒരു ചെറിയ വർക്ക് ഏരിയ, അവിടെയും ഇതുപോലെ തന്നെ ഒരു സിങ്ക് ഉണ്ട്. അപ്പോൾ ആ സിങ്കും ഞാൻ എപ്പോഴും നമ്മളെപ്പോഴും വാഷ് ചെയ്യുന്നതല്ല. എന്തെങ്കിലും ഹെവി ഐറ്റംസ് ഉള്ള സമയത്ത് മാത്രം അതിൽ വെള്ളം ഒഴിച്ചിട്ടിട്ട് പിന്നീട് വാഷ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് എപ്പോഴും ഇഞ്ചപ്പുൽത്തൈലം അടിച്ച് ആ ഒരു സ്മെല്ല് നിലനിർത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് അടിച്ചു വിടുക എന്നുള്ളതാണ്. അധികം അഴുക്കൊന്നും ഉണ്ടായി കാണില്ല, എങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത്. പിന്നെ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള എന്താണോ നെക്സ്റ്റ് ഡേ ഉണ്ടാക്കുന്നത് നമ്മൾ അതിനുള്ള ഐറ്റംസൊക്കെ അവിടെ എടുത്ത് വെക്കും. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലിടാനുള്ളതെല്ലാം വെള്ളത്തിലിട്ട് വയ്ക്കും. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.